ഒടുക്കത്തെ ഇടിയും മിന്നലും കാരണം ഉറക്കം വരുന്നില്ല ഗൈസ്. എന്നാ പിന്നെ ഒരു പ്രേത സിനിമ കണ്ട് ബോധം കെടാമല്ലേ? ഷെടാ, നോക്കി വന്നപ്പോൾ എല്ലാം കണ്ട സിനിമകളാ. യക്ഷിയും ഞാനും പ്രേത സിനിമയല്ലല്ലോ ഗൈസ്. ഏത് ഒരു വെറൈറ്റിക്ക് ഭദ്ര കണ്ടാലോ? അപ്പോൾ ഓക്കെ. അങ്ങനെ ഫൈനലി ഞാൻ സെലക്ട് ചെയ്ത സിനിമ ഭദ്ര. ഇത് തവളച്ചാട്ട മത്സരമല്ല ഗൈസ്. ഇതാണ് നമ്മുടെ നായകൻ്റെ ഇൻട്രോ. നമ്മുടെ നായകൻ നായികയെ കാണാൻ പതുങ്ങി വരുന്നതാണ്. കള്ളനാണെന്ന് കരുതി അങ്ങനെ എല്ലാവരും കൂടെ എടുത്തിട്ട് അല്ല ഇവനേതാ? ഇവൻ എന്തിനാണാവോ തല കുട്ടയിൽ കമിഴ്ത്തിയത്? അങ്ങനെ നായകൻ്റെ ചതഞ്ഞ ബോഡിയിൽ തേക്കാൻ തൈലവുമായി അവൾ വന്നു. പിറ്റേ ദിവസം എൻഗേജ്മെൻറ്റ് നടക്കുകയാണ്. ആ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുന്നത് അച്ഛനല്ല, മന്ത്രിയാണ്. മന്ത്രിയുടെ PA ആണ് നമ്മുടെ ജഗദീഷ് ഏട്ടൻ. നമ്മുടെ മോക്ക് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഭദ്രയുടെ മോളല്ലേ, ഭദ്രകാളി. മോനാണെങ്കിൽ കാളിദാസ്. ഭദ്രയെ ഇംപ്രസ് ചെയ്യാൻ 2 ചീഞ്ഞ കോമഡി അടിച്ച് ജഗദീഷ് ഏട്ടൻ അങ്ങനെ കാറെടുത്തു. വരുന്ന വഴിക്ക് ഞരമ്പൻ മന്ത്രിയും വണ്ടിയും വഴിയിൽ. അപ്പോൾ തന്നെ സ്വന്തം ഭാര്യയെ സ്വന്തം വണ്ടിയിൽ ആ ഞരമ്പൻ്റെ കൂടെ പറഞ്ഞയക്കുകയാണ് നല്ലവനായ ജഗദീഷ് ഏട്ടൻ. അല്ല ഗൈസ്, പ്രേതം എവിടെ? ഇത് പ്രേത സിനിമയല്ലേ? ഓ, പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വന്നല്ലേ. വരവ് കണ്ടിട്ട് പ്രേതം തന്നെ. ആ, പിടിച്ചത് പ്രേതമല്ല ഗൈസ്, ആ ഞരമ്പന. എനിക്കപ്പോഴേ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്നെ വിടൂ. അല്ല ഗൈസ്, പുറത്തേക്ക് ഓടി രക്ഷപ്പെടേണ്ടതിന് പകരം ഈ ചേച്ചി എങ്ങോട്ടാ സ്റ്റെയർ കേസ് കയറി പോകുന്നത്? ഞാനൊരു പാവം ജനസേവകനല്ലേ. ബംഗ്ലാവിലെത്തുന്ന ജഗദീഷ് ഏട്ടൻ കാണുന്നത് ഞരമ്പൻ ഭദ്രയെ തള്ളിയിടുന്നതാണ്. ഞാനൊരു പാവം ജനസേവകനല്ലേ. ഭദ്ര സ്പോട്ടിൽ തന്നെ സെത്ത് പോകുന്നു ഗൈസ്. പിന്നെ ഞരമ്പൻ ജഗദീഷ് ഏട്ടനെയും കുത്തി കൊല്ലുകയാണ്. ഞരമ്പന് കടിമൂത്തൊരു പെണ്ണിനെ സെറ്റാക്കും. പക്ഷേ അത് വേഷം മാറി വന്ന ഭദ്ര ചേച്ചിയായിരുന്നു. അങ്ങനെ ചേച്ചി ഇല്ലാതനെ ഓടിച്ചിട്ട് കാട്ടിൽ കയറ്റും. പ്രേത സിനിമകളിൽ കാട്ടിലൂടെയുള്ള ഓട്ടം നിർബന്ധം. ചേച്ചിയുടെ കൈ പാമ്പായി അയാളെ ഫോളോ ചെയ്തിട്ട് മുണ്ടിന്റെ ഉള്ളിൽ കയറി എന്തൊക്കെയോ ചെയ്യും. പിന്നെ കാണിക്കുമ്പോൾ ഒരു പാമ്പും കൂടി ഗൈസ്. 20 years later. ഇതാണ് ഞരമ്പന്റെ മകൻ റോക്കി, ടാർഗറ്റ് നമ്പർ 1. റോക്കിയുടെ പെങ്ങൾ മനുമോൾ, ടാർഗറ്റ് നമ്പർ 2. അങ്ങനെ റോക്കിയും മനുവും ബംഗ്ലാവിലേക്ക്. എന്തിനായിരിക്കും? അതെ, നല്ല ചേഞ്ച്. ലൈഫ് തന്നെ ചേഞ്ച്. ചെന്ന് കയറിക്കൊട് പ്രേതത്തിൻ്റെ അണ്ണാക്കിലേക്ക്. ഇത് ബോബി, മനുവിൻ്റെ മണവാളൻ, ടാർഗറ്റ് നമ്പർ 3. അമ്മയുടെ ആണ്ടിന് പള്ളിയിൽ പോയ മനുവും ബോബിയും പരിസരം മറക്കുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ബൈജു ചേട്ടൻ ഒരു മര്യാദക്കാരനായതുകൊണ്ട് എന്തും പറഞ്ഞിട്ട് ചെയ്യൂ. എന്ത് റൊമാൻസ്. മര്യാദ വേണ്ടേ? ഇനി ഭദ്ര ചേച്ചിയുടെ കുറച്ച് ലീലാവിലാസങ്ങളാണ്. ആണിയടിക്കുന്ന സലീമേട്ടൻ്റെ കണ്ണിലേക്ക് ചോര ചീറ്റി ഏറിളക്കും. അമ്മച്ചി മുഖം കഴുകാൻ വന്നപ്പോൾ ടേപ്പിലും ചോര. ഇത് യക്ഷിയാണ് കേട്ടോ, എല്ലാവരും വിശ്വസിക്കണേ. ഇതെല്ലാം കണ്ട് പേടിച്ച മാളച്ചേട്ടൻ പ്രതിവിധിക്കായി നമ്മുടെ ക്യാപ്റ്റന്റെ അടുത്തെത്തി. അങ്ങനെ ക്യാപ്റ്റൻ കൊടുത്ത ചരടുകൾ റോക്കി ഭായ് മാത്രം കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ഓസിന് പ്രേതത്തെ കണ്ട സ്ഥിതിക്ക് ഞാനും കൂടെ ഒന്ന് കാണട്ടെ, എന്താ? അന്ന് രാത്രി റോക്കി ഭായ് 2 കാലുകൾ കാണുന്നു ഗൈസ്. അങ്ങനെ പ്രേതത്തെ കാണാൻ മുട്ടി നിൽക്കുന്ന റോക്കി കാലുകളെ പിന്തുടരുകയാണ്.
പ്രേതമാണെന്നറിഞ്ഞിട്ടും ചാവാനായി പിന്നാലെ നടക്കാൻ കാണിക്കുന്ന ആ മനസ്സ്. യക്ഷിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് മാഫിയ ശശിയായി മാറും. അങ്ങനെ ശശിയേട്ടൻ റോക്കിയുടെ കഥ കഴിക്കും ഗൈസ്. നിങ്ങളൊക്കെ ഓസിന് പ്രേതത്തെ കണ്ട സ്ഥിതിക്ക് ഞാനും കൂടെ ഒന്ന് കാണട്ടെ. എന്താ? പിന്നെ ഭദ്ര ചേച്ചി റോക്കി ചേട്ടന്റെ ദേഹത്ത് കയറുകയാണ്. നെക്സ്റ്റ് ഡേ മൂപ്പര് മുഖത്തെ ചോരയൊക്കെ തുടച്ചു കളഞ്ഞെങ്കിലും വയറിലെ തുളയടയ്ക്കാൻ മറന്നു പോവുകയാണ്. അതിനിടയ്ക്ക് ഭൂമി പിളർന്നു വന്ന ഭദ്ര ചേച്ചി കണ്ണി കണ്ടവരെയൊക്കെ കൊല്ലുന്നു. കൊന്നതെന്തിനാണെന്ന് ചേച്ചിക്കും ചത്തതെന്തിനാണെന്ന് അവനും അറിയില്ല. നെക്സ്റ്റ് സീനിൽ മനുമോളെ കൊല്ലാൻ നോക്കുന്ന പ്രേതത്തിന് ഉന്നം പിഴയ്ക്കുകയാണ് ഗൈസ്. ദേ കണ്ടോ, അയ്യോ മാഡം സൂക്ഷിച്ച്, ആള് വീണാൽ പൾപ്പായി തിരിച്ചു വരും. പിന്നെ ഇതാണ് റിസൈനിങ് മെഷീൻ, ഇതിലൂടെയാണ് പൾപ്പ് പേപ്പറായി. മനുമോളെ കൊല്ലാനായി വരുന്ന റോക്കി ബായ് ആദ്യം ആടുന്ന ക്ലോക്ക് നിർത്തുന്നു. നിർത്തിയിട്ട ചെയർ ആട്ടുന്നു. എന്നിട്ട് അടുക്കളയിൽ പോയി ഗ്യാസ് ഓണാക്കി ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു വന്ന് ആടുന്ന ചെയർ നിർത്തും. നേരത്തെ നിർത്തിവെച്ച ക്ലോക്ക് ആട്ടും. എന്നിട്ട് ഒന്നിച്ച് ആടും. പക്ഷേ മനുമോൾക്ക് വെച്ചത് വേലക്കാരിക്കാണ് കൊണ്ടത്. അങ്ങനെ എന്തു ചെയ്തിട്ടും ചാവാത്ത മനുമോളെ നിവൃത്തിയില്ലാതെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അവിടെ നിന്നും അതിവിദഗ്ധമായി മനുമോൾ ഊരിപ്പോകുന്നു. അടുത്തതായി ക്യാപ്റ്റന്റെ വക ഒരു സംഘനൃത്തം. ഈ കേട്ടത് തന്നെ കേട്ട് കേട്ട് ഭദ്ര ചേച്ചിക്ക് ഭ്രാന്തായി. ചുഴലി വന്ന പോലെ ചേച്ചി ഇറങ്ങി ഓടുകയാണ്. మమ్మదస్స నన్నేయుం టాంగోర మమ్మదస్స എവിടേക്കുന്നാലേ പോ മമ്മദസ്സ. ഇതെന്ത് ഭാഷയാ? സംസ്കൃതമല്ല. ഇതൊരു അപൂർവ ഭാഷയാണ്. ഗുരുകർമ്മ കിർമിണി എന്ന് പറയും. ഇതിന് വാച്യമൊഴിയേ ഉള്ളൂ. അതിനിടെ ക്യാപ്റ്റൻ റോക്കിയുടെ ആത്മാവിന് ജീവൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഭദ്ര ചേച്ചി ഒടിയൻ കളിച്ചൊരു നായയെ വീണ്ടും മാഫിയ ശശിയാക്കുന്നു. നമ്മുടെ റോക്കി ചേട്ടന്റെ കഴുത്ത് റബ്ബറാണ് ഗൈസ്. അവർ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെ രണ്ടാത്മാക്കളും വടിയായി. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.